കേരളം ഇന്നു മുതൽ ഫുട്ബോൾ ആവേശത്തിലേക്ക് കടക്കുകയാണ്. സൂപ്പർ ലീഗ് കേരളം രണ്ടാം എഡിഷൻ ഇന്ന് കോഴിക്കോട്ട് കിക്ക് ഓഫ്. കഴിഞ്ഞ തവണത്തെ ഫൈനലിസ്റ്റുകൾ വീണ്ടും ഏറ്റുമുട്ടുമ്പോൾ ആവേശം ഇരട്ടിയാകും. അറബിക്കടലിന്റെ തിരമാലകൾ തലോടുന്ന, വായിൽ കപ്പലോട്ടും ഹൽവ മണക്കുന്ന, എന്തിനേയും കൂളാക്കി മാറ്റാൻ കെൽപ്പുള്ള ചെത്തൈസിന്റെ സ്വന്തം കോഴിക്കോട്ടേക്ക് ഗ്രാൻഡ് കിക്ക് ഓഫ് ആണ് ഇത്തവണ. കഴിഞ്ഞ കിരീടപ്പോരിന്റെ തനിയാവർത്തനം. നിറഞ്ഞ ഗാലറിക്ക് മുന്നിൽ ഉയർത്തിയ കപ്പ് ഇത്തവണയും നിലനിർത്തണം. അതിനപ്പുറം ഒന്നുമില്ല കാലിക്കറ്റ് FC-യുടെ മനസ്സിൽ. ലാറ്റിൻ അമേരിക്കൻ കരുത്തിലാണ് പ്രതീക്ഷ. അർജന്റീനയിൽ നിന്നും ബ്രസീലിൽ നിന്നും കൊളംബിയയിൽ നിന്നും താരങ്ങളുണ്ട്. തന്ത്രമണിയൻ അർജന്റീനക്കാരനായ അഡ്രിയാനോ ഡിമോൾഡോയും. ഉഷാറാക്കണം ഈ സീസൺ. കഴിഞ്ഞ സീസൺ പോലെ തന്നെ കപ്പടിക്കണം. പ്രിപ്പറേഷൻ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കളിക്കായിട്ട് വെയിറ്റിംഗ് ആണ്. നല്ല പ്രതീക്ഷയുണ്ട്. നല്ല പ്രഷറും ഉണ്ട്. കാരണം കഴിഞ്ഞ ഒരു ചാമ്പ്യൻസ് ആണ് ടീം. അപ്പോൾ ആ ചാമ്പ്യൻസിന്റെ ഒരു ഇത് നിലനിർത്തുന്ന ഈ പ്രാവശ്യവും. Rafael Augusto trying to breach it. Dorielton controls it and he has pulled one back. കഴിഞ്ഞ തവണത്തെ കിരീടപ്പോരിലെ തോൽവിയുടെ കണക്ക് വീട്ടണം. ജയത്തോടെ തുടങ്ങണം. അതാണ് കൊച്ചിയുടെ ലക്ഷ്യം. എല്ലാം മുൻകൂട്ടി കണ്ടാണ് കോഴിക്കോടിന്റെ ഒരുക്കം. അവർക്ക് നഷ്ടപ്പെട്ട ഒരു ട്രോഫി അവർക്ക് ഒന്നിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനും നമ്മൾക്ക് നിലനിർത്താനുള്ളൊരു മത്സരമാണ്. തീർച്ചയായിട്ടും ടൂർണമെൻ്റ് ഒരു ഫസ്റ്റ് മാച്ച് എന്നുള്ള രീതിയിലൊരു പ്രഷർ രണ്ട് ടീമുകൾക്കും ഉണ്ടാവും. Every goal and every victory, they kept the crowd on the edge of their seats. കണ്ണൂരും തൃശ്ശൂരും ഇത്തവണ സ്വന്തം നാട്ടിലാണ് പോരിനിറങ്ങുന്നത്. 6 വേദികൾ, വിദേശികളടക്കം 200ഓളം താരങ്ങൾ, ഫൈനലടക്കം 33 മത്സരങ്ങൾ. 2.5 മാസക്കാലം ഇനി കേരളക്കരയ്ക്ക് ഫുട്ബോൾ പൂരം. കോഴിക്കോട് നിന്നും മുജീബ് റഹ്മാൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.